ജൂലൈ 21 ചാന്ദ്രദിനം. ചന്ദ്രൻ ഒരു ആകാശഗോളം. ചന്ദ്രൻ സൂര്യനെയും നക്ഷത്രങ്ങളെയും പോലെ സ്വയം പ്രകാശിക്കുന്നില്ല, മറിച്ച് സൂര്യപ്രകാശത്തിന്റെ പ്രതിഫലനത്തിലൂടെ പ്രകാശിക്കുന്നു. ഭൂമിക്ക് ചുറ്റും ഒരു തവണ പ്രദക്ഷിണം ചെയ്യാം ചന്ദ്രന് 273 ദിവസങ്ങൾ വരെ. ആദ്യമായി ചന്ദ്രോപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു ലൂണ 2 ആണ് 1959. ഈ വാഹനം ചന്ദ്രോപരിതലത്തിൽ വന്നിടിച്ച് തകരുകയാണ് ഉണ്ടായത്. ഇതേ വർഷം തന്നെ മറ്റൊരു മനുഷ്യനിർമ്മിത ശൂന്യാകാശയാനമായ ലൂണ 3 ചന്ദ്രൻ ഭൂമിക്ക് അഭിമുഖമല്ലാത്ത മറുവശത്തുള്ള ചിത്രം എടുക്കുന്നതിൽ വിജയിച്ചു. വിജയകരവും അപകടരഹിതവുമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ യാനം എന്ന ബഹുമതി 1966 ചന്ദ്രനിൽ ഇറങ്ങിയ ലൂണ 9 അവകാശപ്പെട്ടതാണ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മയ്ക്കായി ജൂലൈ 21 ചാന്ദ്ര ദിനമായി ആഘോഷിക്കുന്നു. ശാസ്ത്രത്തിന്റെ ചിറകിലേറിയാണ് നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രനിലേക്ക് പറന്നിറങ്ങിയത് എന്നതാണ് പ്രധാന കാര്യം. അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിൽ 1969 ജൂലൈ 20 ചന്ദ്രോപരിതലത്തിൽ എത്തിയത്. ജൂലൈ 21 വാഹനത്തിൽ നിന്നും ചന്ദ്രനിൽ ഇറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി. ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൽഡ്രിനാണ്. മൈക്കൽ കോളിൻസ് ഇവരുടെ ഈഗിൾ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു. ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവയ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചാട്ടവും എന്ന് ആംസ്ട്രോങ്ങിനാൽ തന്നെ വിശേഷിപ്പിക്കപ്പെട്ട ഈ സംഭവം മാനവ ചരിത്രത്തിലെ നാഴികക്കല്ലുകളിലൊന്നായി വിശേഷിപ്പിക്കപ്പെടുന്നു. ജ്യോതിശാസ്ത്ര പഠനം, ബഹിരാകാശ ഗവേഷണത്തിന്റെ പ്രാധാന്യം, മനുഷ്യൻ ആദ്യം ചന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കുവാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇവ സംബന്ധമായ അവബോധം വളർത്തുവാനുമാണ് ഈ ദിവസം ചന്ദ്ര ദിനമായി ആഘോഷിക്കുന്നത്. ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളമാണ് ചന്ദ്രൻ. ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ തന്നെയാണ് മനുഷ്യ പാദസ്പർശമേറ്റ ഒരേ ഒരു ആകാശഗോളവും. ഏകദേശം 460 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ചന്ദ്രൻ രൂപം കൊണ്ടതെന്ന് കരുതുന്നു. 3475 കിലോമീറ്റർ വ്യാസവും 10917 കിലോമീറ്റർ ചുറ്റളവുമുള്ള ഈ ദ്രവ്യപിണ്ഡം ഭൂമിയുടെ ഏക സ്വാഭാവിക ഉപഗ്രഹമാണ്. ചന്ദ്രൻ ഭൂമിയെ പോലെ തന്നെ ഒരു പൂർണ്ണ ഗോളമല്ല. മധ്യരേഖാവ്യാസവും ധ്രുവരേഖാവ്യാസവും തമ്മിൽ 4 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അമ്പുളിമാമൻ എന്ന ചന്ദ്രൻ. ചന്ദ്രൻ ഗുരുത്വബലം ഭൂമിയുടേതിൽ 1/6. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം 3,63,301 കിലോമീറ്ററാണ്. താപനില പകൽ 134 ഡിഗ്രി സെൽഷ്യസ്, രാത്രി -153 ഡിഗ്രി സെൽഷ്യസ്. വലിയ പർവ്വതത്തിന് 5 കിലോമീറ്റർ ഉയരമുണ്ട്. ഒരു ചാന്ദ്രദിനം സൂര്യോദയം മുതൽ സൂര്യോദയം വരെയാണ്. 708 ഭൗമ മണിക്കൂറാണ്. ചന്ദ്രൻ ഭൂമിയിൽ നിന്നും വർഷം തോറും 1.5 ഇഞ്ച് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരു മനുഷ്യൻ ചന്ദ്രനിൽ 10 കിലോഗ്രാമേ ഉണ്ടാവുകയുള്ളൂ. ചന്ദ്രനിൽ അന്തരീക്ഷമോ മേഘങ്ങളോ ഉണ്ടാവില്ല. ചന്ദ്രനെ കുറിച്ചുള്ള പഠനമാണ് സെലനോളജി. ചന്ദ്രനിൽ അഗ്നിപർവ്വതങ്ങളില്ല. ഭൂകമ്പം പോലെ ചാന്ദ്ര കമ്പനങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും അവ തീവ്രമാകാറില്ല. ചന്ദ്രോപരിതലത്തിൽ ഇതുവരെ 12 മനുഷ്യർ നടന്നിട്ടുണ്ട്. ഈ 12 പേരും അമേരിക്കക്കാരാണ്. 1972 ശേഷം ഇന്നുവരെ ആരും ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല. ചന്ദ്രനിൽ
ഇറങ്ങിയ ആദ്യത്തെ മനുഷ്യൻ നീൽ ആംസ്ട്രോങ്ങും അവസാനത്തെ ആൾ ഹാരിസൺ ഷ്വിറ്റും ആണ്. ചാന്ദ്രയാത്രകൾക്ക് ഇതുവരെ വനിതകൾക്ക് അവസരമുണ്ടായിട്ടില്ല. സൂപ്പർമൂൺ. പൂർണ്ണചന്ദ്രൻ ഭൂമിയുമായി വളരെ അടുത്തു വരുന്ന പ്രതിഭാസത്തെയാണ് സൂപ്പർമൂൺ എന്ന് പറയുന്നത്. വേലിയേറ്റവും കടൽക്ഷോഭം, ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ പ്രതിഭാസങ്ങൾ ഈ സമയത്തുണ്ടാവാറുണ്ട്. പൗർണമി. ചന്ദ്രന്റെ പ്രകാശിതമായ പകുതി ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ ചന്ദ്രൻ പൂർണ്ണ വൃത്താകൃതിയിൽ കാണപ്പെടുന്നതിനെ പൗർണമി അഥവാ വെളുത്തവാവ് എന്ന് വിളിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്വയം പ്രകാശമില്ലാത്ത ചന്ദ്രൻ സൂര്യനിൽ നിന്നും 180 ഡിഗ്രി അകലെ വരുമ്പോൾ ചന്ദ്രാർദ്ധഗോളം സമഗ്രമായി സൂര്യൻ അഭിമുഖമായി തീരുകയും തന്മൂലം ഭൂമിയിലുള്ളവർക്ക് പൂർണ്ണ ചന്ദ്രപ്രകാശം ദൃശ്യമാവുകയും ചെയ്യുന്നു. ഇതാണ് പൗർണമി അഥവാ വെളുത്തവാവ്. അമാവാസി. ചന്ദ്രന്റെ പ്രകാശിതമല്ലാത്ത പകുതി ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ ചന്ദ്രനെ കാണാൻ കഴിയാതെ വരുന്ന ദിവസമാണ് അമാവാസി അഥവാ കറുത്തവാവ് എന്ന് പറയുന്നത്. ചന്ദ്രഗ്രഹണം. സൂര്യപ്രകാശത്തിൽ നിന്നുമുള്ള ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതിനാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ നേർരേഖയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുക. ഇത്തരം സന്ദർഭത്തിൽ ഭൂമി ചന്ദ്രനും സൂര്യനും ഇടയിലായിരിക്കും. വെളുത്തവാവ് ദിവസമായിരിക്കും ചന്ദ്രഗ്രഹണം നടക്കുക. ഭാഗിക സൂര്യഗ്രഹണം എന്ന പോലെ ഭാഗിക ചന്ദ്രഗ്രഹണവും നടക്കാറുണ്ട്. ചന്ദ്രനിലേക്ക് ഒരു യാത്ര. അപ്പോളോ 11 ദൗത്യത്തിൽ യാത്രക്കാർ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവരായിരുന്നു. സാറ്റേൺ വി എന്ന റോക്കറ്റിലാണ് ഇവർ പോയത്. 3 ഘട്ടങ്ങളുള്ള റോക്കറ്റാണ് സാറ്റേൺ വി. സാറ്റേൺ 5 ഏറ്റവും മുകളിലായി കമാൻഡ് സർവീസ് മൊഡ്യൂൾ, അതിനു താഴെയായി ലൂണാർ മൊഡ്യൂൾ എന്നീ സ്പേസ് ക്രാഫ്റ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നു. കമാൻഡ് അഥവാ സർവീസ് മൊഡ്യൂളിന് കമാൻഡ് മൊഡ്യൂൾ, സർവീസ് മൊഡ്യൂൾ എന്നീ 2 ഭാഗങ്ങളാണുള്ളത്. ഇതിൽ കമാൻഡ് മൊഡ്യൂളിലാണ് യാത്രികർ ഇരിക്കുക. സർവീസ് മൊഡ്യൂളിലാണ് കമാൻഡ് മൊഡ്യൂൾ ആവശ്യമായ ഇന്ധനം, വൈദ്യുതി എന്നിവ നൽകുന്നത്. ചന്ദ്രയാത്രയുടെ അവസാന ഘട്ടത്തിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ സർവീസ് മൊഡ്യൂൾ ഉപേക്ഷിച്ച് കമാൻഡ് മൊഡ്യൂൾ മാത്രമായിരിക്കും സമുദ്രത്തിൽ പതിക്കുക. അപ്പോളോ 11 കമാൻഡ് അഥവാ സർവീസ് മൊഡ്യൂളിന്റെ പേര് കൊളംബിയ എന്നാണ്.